എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പച്ച ചെമ്മീനും പച്ച പപ്പായയും ചേർത്തൊരു അടിപൊളി തീയലുണ്ടാക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി ചിരകിയ തേങ്ങ, ഒരു സ്പൂണ് പെരുംജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി. ഇവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇവ നമുക്ക് ആവശ്യത്തിന് ആ പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പൊടികളെല്ലാം ഈ തേങ്ങയിൽ കിടന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് 1 സ്പൂണ് ഉലുവ, പൊടിയായി അരിഞ്ഞ ഇഞ്ചി 1 സ്പൂണ്, കുറച്ച് സബോള, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത് വേണം നമുക്കിത് വഴറ്റാൻ. അപ്പം സബോളയൊക്കെ വേഗത്തിൽ വഴന്ന് കിട്ടും. നമ്മുടെ സബോള ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. വഴന്നു വന്ന കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. വെള്ളം നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചെറിയ പീസായി അരിഞ്ഞു വെച്ച പപ്പായ ചേർക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. പപ്പായ പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനും കൂടി ചേർക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുടംപുളി കൂടി ചേർത്ത് നമുക്ക് കലക്കി കറിയിൽ ചേർക്കാം. ചെമ്മീൻ ഒരുപാട് സമയമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പ് കലക്കി അതിലേക്ക് ചേർക്കാം. കൂടുതൽ സമയം നമ്മുടെ ചെമ്മീൻ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഹാർഡായി പോവും. അതിനാൽ ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് അരപ്പും കൂടി ചേർക്കാം. അരപ്പൊക്കെ മീനിലൊന്ന് പിടിച്ച് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. അരപ്പൊന്ന് തിളച്ച് വറ്റി കുറുകി വരണം. അങ്ങനെ നമ്മുടെ അടിപൊളി തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ചെമ്മീൻ ഇതേപോലെ തീയൽ വെക്കാത്തവരൊക്കെ ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ചെമ്മീൻ കഴിക്കുന്നതിനോടൊപ്പം നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മളിടുന്ന പപ്പായ കഴിക്കാൻ. ചെമ്മീൻ്റെ കൂടെ നമുക്ക് വെള്ളരിക്കയും ചേർത്ത് ഇതുപോലെ തീയലുണ്ടാക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.